കണ്ടമാനം വേസ്റ്റുകൾ അവസാനം കുമിഞ്ഞു പോകുന്ന ഒരു ഏരിയ ഉണ്ട്. പക്ഷേ ഇപ്പൊ നോക്കി അസോള എന്തൊരു ഭംഗി നോക്കിയേ കേട്ടാ. ആർക്കും വേണ്ട സുമ കൊള്ളി ചുണ്ടങ്ങ മയ്യ കണ്ട ഇതൊക്കെ ചുണ്ടങ്ങ തേയില. അപ്പൊ എന്റെ ഇഞ്ചി കൃഷി മോശമാണോ? ശരിക്കും രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ ഒരു വെടുപ്പാക്കിൽ വേണമല്ലോ. ഇതാ നിർബന്ധിച്ച് പണിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അവിടുത്തെ പുല്ലിയത്ത്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഏത് കൃഷി സ്ഥലമാണെങ്കിലും കുറേ സാധനങ്ങൾ വേസ്റ്റുകൾ കണ്ടമാനം വേസ്റ്റുകൾ അവസാനം കുമിഞ്ഞു പോകുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മുടെ ഈ ഏരിയ ഇതാണ് വരുന്നത്. എല്ലാ വക സാധനങ്ങളും വരും. ഇപ്പം നാളികേരമാണെങ്കിൽ അത് നാളികേരം വീഴും. അതിന് പട്ടകൾ വീഴുമ്പോൾ പിന്നെ ഈ കാലുകൾ, അത് പന്തലുകൾ, പിന്നെ ഈ ഗ്രോ ബാഗുകൾ, അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കില്ലേ, അതൊക്കെ കൊണ്ടുവന്ന് അവസാനം കൂടിച്ചേരുന്ന ഏരിയയാണ് ഇത്. ഒരു വൃത്തികെട്ട ഏരിയ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള സ്ഥലത്ത് വരുന്ന പോലെ നെഗറ്റീവ് എനർജി വരാം. പിന്നെ നമ്മുടെ അസോള ചുറ്റും പുല്ല് ആകെ പിടിച്ചിട്ടുണ്ട്. യോട് കണ്ട, യോട് മുഴുവൻ വെച്ചിട്ട് യോട് ഇപ്പം ഇങ്ങനെയില്ല അവസ്ഥ. ഓട് കംപ്ലീറ്റ് ഞാൻ ചുറ്റത്തെടുത്തു. ഇതിൻ്റെ ഇടയിലൊക്കെ നിറയെ പുല്ലും അതൊക്കെ ആയിട്ട് വന്നിട്ട് നിറയെ ചിലപോലെ പാമ്പൊക്കെ അതിൻ്റെ അടിയിൽ കിടക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചുറ്റെടുത്ത് അത് മാറ്റിയിട്ട് ആദ്യം ഇവിടെയൊക്കെ വെടുപ്പാക്കിയിട്ട് ഓട് വീണ്ടും പതിച്ച് വെക്കണം. അല്ലെങ്കിൽ ഞാൻ വർഷകാലമാകുമ്പോൾ ഈ മണ്ണൊക്കെ ഒലിച്ച് ഈ ഇതൊക്കെ പുറത്തേക്ക് തള്ളും. പക്ഷേ ഇപ്പം നോക്കി അസോള എന്തൊരു ഭംഗി നോക്കിയേ കേട്ടാ. കോഴികൾക്ക് ഇപ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കോഴികൾ അടിപൊളി എടുത്തിട്ടുണ്ട്. നല്ല പച്ചപ്പായില്ലേ, തിക്കായി. അപ്പോൾ നമ്മൾ സരിത ചിലപ്പോഴാണ് വരില്ല. സരിത മറ്റേ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ലീലാമണി ചേച്ചിയില്ലേ, നമ്മുടെ പത്തനംതിട്ടയ്ക്ക് നമ്മളൊരു വട്ടം പോയില്ലേ ലീലാമണി ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ലീലാമണി ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ സരിത അവിടെ ലീലാമണി ചേച്ചിയുടെ അടുത്താണ്. അപ്പോൾ തർക്കിക്കാനായിട്ട് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വരും സരിത. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ പണി ചെയ്യാം. ക്ലീനിങ്. ഓടുകളൊക്കെ കണ്ട നാളികേരം മുകളിൽ നിന്ന് നാളികേരം വീണ് പൊട്ടിയതാ ഇതിവിടെ വെച്ചിട്ടുള്ളത്. ഒക്കെ മാറ്റാം. സരിത വരുന്നുണ്ട്. എന്താ നോക്കണു? ഉള്ളിയല്ലേ? ഉള്ളി കംപ്ലീറ്റ് മുളച്ചു. ഉള്ളി ചിലത് തലതിരിച്ചിട്ടാണ് നട്ടത്. വീഡിയോയിൽ കാണാം. ഒരെണ്ണം രണ്ടെണ്ണൊക്കെ വീഡിയോയിൽ കാണുള്ളൂ. പക്ഷെ ശരിക്കും കുറേ എണ്ണം തലതിരിച്ചിട്ടാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നടൽ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വീണ്ടും ശ്രദ്ധിച്ച് നോക്കി വന്നപ്പോൾ തല തിരിഞ്ഞ് കുറച്ചെണ്ണം ഇരിക്കുന്നുണ്ട്. അത് കടയും തലേൻ്റെ ചിലത് ഒരുപോലെ ഇട്ട്. പിന്നെ എനിക്ക് കണ്ണിനിപ്പോൾ നല്ല കാഴ്ച കുറവുണ്ട്. കണ്ണാട വയ്ക്കാത്ത സമയത്ത് ശരിക്കും കാണണല്ലേ കണ്ണാട വയ്ക്കാണ്ട്. അപ്പം അതൊക്കെ അന്ന് തന്നെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിരിച്ചു വെച്ചതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അപ്പം കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ തല തിരിച്ച് നട്ടേക്കണതിനെ കുറിച്ചിട്ടേ. എല്ലാ ഉള്ളി മുളച്ചോട്ടാ നോക്കിയേ. എന്തൊരു ഭംഗിയേ. 3 തട നട്ടല്ലോ. പിന്നെ ഇത് 2 തടം കൂടി കോരി വെച്ചിട്ടുണ്ട്. അത് നട്ടിട്ടില്ലേ ഉള്ളി. പക്ഷെ ഉള്ളി വലുതില്ല. ഉള്ളി കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലേ. ഉള്ളിയെ മറ്റേ ഇറച്ചി കൂട്ടാൻ വെക്കാനായിട്ട് ഉള്ളികളെടുത്തു. പിന്നെ ഉണ്ടായിരുന്ന ഉള്ളിയൊക്കെ എടുത്തു. ജയന്തി വന്നപ്പോ നമ്മൾ ആ ഷോർട്സ് എടുത്തില്ലേ, ഷോർട്സ് അല്ല ആ ചെറിയൊരു എന്നിട്ട് പറയാ ചേട്ടാ ഇതിന് കുത്തുപാള ഈവൻസ്. അതെ, അതെടുത്തപ്പോ അത് കുറച്ച് ഓവറാക്കിയിട്ടാണ് കാണിച്ചാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ആക്ഷേപഹാസ്യം ചെയ്യുമ്പോൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണല്ലോ എല്ലാം പറയുക. അപ്പം അങ്ങനത്തെ ഒരു സാധനം, അതായത് ഭയങ്കര പൈസയുള്ള ആളുകൾ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. നല്ല എന്താ പറയുക, ആർഭാടമായിട്ടൊക്കെ ഓരോന്ന് കാണിക്കും. അവർ ചെയ്തോട്ടെ, അവരുടെ കയ്യിൽ കാശിരിക്കണത് അവർ ചിലവഴിച്ച് സമൂഹത്തിലേക്ക് ആ പൈസ ഇറക്കണത് നല്ലതാ, എല്ലാവരിലേക്ക് എത്തിക്കോളും. പക്ഷെ അത് കാണുമ്പോൾ ഇല്ലാത്തവർ ഈ ലോൺ എടുത്തും കിട്ടാവുന്നിടത്തൊക്കെ കടം വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ കുത്തുപാളെടുക്കണവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരുണ്ടാവാം, നമുക്കറിയില്ല, ഉണ്ടാവാം. അപ്പം അതിനുദ്ദേശിച്ചിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഒരു സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്തതാട്ടാ. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ജയന്തി ചേച്ചി വെച്ചതാണ് ആ ബീഫ്. അതിട്ടിട്ടാണോ ഈ വീഡിയോ ഇട്ടിട്ടാണോ അതിടാ? അതിട്ടിട്ട് ഇതിടുള്ളൂ. അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ വീഡിയോയ്ക്ക് മുന്നേ വേണമെങ്കിൽ അത് ഇടുമായിരിക്കും. അപ്പോൾ അതിലേക്ക് കുറേ ഉള്ളി വേണം. അപ്പോൾ അതാണ് ഈ പറഞ്ഞു തരണേ. കുറേ ഉള്ളി എനിക്ക് എടുത്തു. പിന്നെ ബാക്കിയുള്ളൊക്കെ ഇനി കുഞ്ഞുള്ളികളാണ്. അപ്പം ഇനി വാങ്ങിയിട്ട് വേണം. ഇവിടെ കംപ്ലീറ്റ് ചൂലുകൊണ്ട് അടിച്ച് വെടുപ്പാക്കി കമ്പോസ്റ്റ് ചൂല് കൊണ്ടതിലാണ് നിൻ്റെ പണി.
ഇവിടെ അടിച്ചു വര ചവറില്ലേ പ്ലാസ്റ്റിക് കുറെ നിറച്ച് പ്ലാസ്റ്റിക് കുറെ കൂടിയിട്ട് ഒരു ഇതായിരിക്കും എല്ലാം ഇതിൽ കൊണ്ടിട്ട് ഇതിൽ എല്ലാം ആക്ക് ചാക്കിലാക്കാന്നിട്ട് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ തിരിക്കിട്ട് കൂടി ചാക്കിലാക്കാം അടിച്ചു ഒരു തലയ്ക്ക് പോന്നോട്ടെ ഇതൊക്കെ കമ്പോസ്റ്റ് കുടിയിരിക്കുള്ള സാധനങ്ങളാണ് നമ്മുടെ പുതിയ കമ്പോസ്റ്റ് കുഴിയിരിക്കും ന്യൂ കമ്പോസ്റ്റ് കുഴിയിരിക്കുള്ളത് പിന്നെ പട്ട കവറുകൾ അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ട പുല്ല് ചെറിയ കായിക്കോട്ടെ ഉണ്ട് ഇതേ ഇരിക്കുന്നത് അവിടെ അച്ഛൻ്റെ ആയിക്കോട്ടെ അച്ഛന് വേണം വലുത് ഇത് ചെറുതുണ്ട് അവിടെ സേവനവാരാണ് ഞങ്ങളുടെ അത് ഈ പട്ടയൊക്കെ ചീഞ്ഞ് പൂട്ടായില്ലേ കിടന്നിട്ട് അമൃതം കുറേ ദിവസത്തെ പനിയും നീരുവീഴ്ചയ്ക്കും ചുമയ്ക്കും ശേഷം ജഗു രംഗത്തിറങ്ങിയിരിക്കുകയാണ് സ്കൂളിൽ പോയി തുടങ്ങി സ്കൂള് കഴിഞ്ഞു ഇനി അരക്കൊല പരീക്ഷ പറയി ദേ ഇവിടെ ചൂലുണ്ട് തരുന്നതേ അത് വേണ്ട അതാ കുഴിയിൽ കിട്ടോ ഇത് വേണ്ട ഈ ചൂല് വേണ്ട ദ്രവിച്ചു ഇവിടെ ഈ സാധനം കൊറേ ഉണ്ടല്ലോ ചരടിന്റെ അതൊക്കെ അരിക്കുക അത് പ്ലാസ്റ്റിക് കൊറേ സാധനങ്ങള് അതൊന്നും വേണ്ടേ പഴയതുകളുണ്ടേ അത് വേണ്ട അതിനിടയ്ക്ക് നമ്മള് കുഴപ്പമില്ല 2 സുമ കൊള്ളീനെ ഞാനിവിടെ കുഴിച്ചിട്ട് വലുത് അതിന് നാമാവശേഷം ആർക്കും വേണ്ട സുമ കൊള്ളി നാമാവശേഷം കണ്ടാച്ചിട്ട് നോക്കിയ സരിത 2 പേർക്ക് വലിയ 2 പീസ് സുമ കഷ്ണങ്ങൾ വെച്ചു വെടുപ്പാക്കിയിട്ട് ആർക്കും വേണ്ട കാരണം കണ്ടമാനം കൊള്ളിൻ്റെ ആണതേ ഒരു കടയമ ഒരു 10-25 കിലോ അല്ലെങ്കിൽ 10-15 കിലോ കൊള്ളിൻ്റെ ആയിട്ട് ആർക്കും വേണ്ട എല്ലാവർക്കും ഈ കുഞ്ഞിത് മതി 2-3 കിലോ അതന്നെ കൂടുതലായിട്ട് ആവശ്യമില്ല ഇതൊക്കെ ഓരോന്നിൻ്റെ കാലുകളാ ഇതൊക്കെ തോന്നിയ പോലെ എടുക്കണം അവിടെ കുത്തിച്ചാരി വയ്ക്കും ഈ പ്ലാവ് പിന്നെ കുമ്പളങ്ങ അല്ല പ്ലാവ് പിന്നെ കുമ്പളങ്ങ ഉണ്ടായില്ല പ്ലാവിൻ്റെ കുമ്പളങ്ങ പിന്നെ കുമ്പളങ്ങ ഉണ്ടായില്ല എനിക്കൊരു ചായ തരുമോ ചേച്ചി കുടിച്ച് കഴിഞ്ഞിട്ട് മതി കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വെച്ചെന്നാ മതി ഇവിടെ കംപ്ലീറ്റ് ചുണ്ടങ്ങിയ ചെറിയ ചുണ്ടങ്ങികൾ നിറച്ച് മുളച്ചേക്കാം നോക്കി ചുണ്ടങ്ങിയ തൈകൾ മയ്യ ഇതൊക്കെ ഞാൻ പറിച്ച് കളയാൻ പോവാ ചുണ്ടങ്ങിയ മയ്യ കണ്ട ഇതൊക്കെ ചുണ്ടങ്ങിയ തൈകളാ അതിൻ്റെ ഇത് കാര്യമില്ല ആവശ്യമില്ല നമുക്ക് ചുണ്ടങ്ങിയ മയ്യാവും ചുണ്ടങ്ങിയ പാടാവും അയ്യോ ഇതാണെങ്കിലേ ജഗു എന്നിട്ട് ഇതൊക്കെ വന്നിട്ട് കോരിട്ടാ ഓട് വയ്ക്കണം വൃത്തിയായിട്ട് ഓട് വയ്ക്കണേ ഞാൻ ഈ ആ സോളാരെ ഓട് എടുക്കണ അല്ല ഏട്ടാ ചോദിക്കും ഇത് പൊളിച്ച് കളയാൻ പോവാണോന്ന് തരുതാ ഈ ഓട് എടുക്കണിട്ട് അല്ല ഏട്ടൻ ചോദിക്കുക അപ്പോൾ ഈ ആ സോളാർ ഇതേ പൊളിച്ച് കളയാൻ പോവാണോന്ന് കണ്ടോ ഇതൊക്കെ 4.5 മിനിറ്റേ പറയാൻ പറ്റില്ല ചിലപ്പോ സ്ഥാനം മാറ്റണം തോന്നിയാലോ ഞാൻ സാധനം മാറ്റാം ഇത്ര കഷ്ടപ്പെട്ട് പണിതാ അതാ പറഞ്ഞ ചേട്ടനായ കാരണം ഇതൊരു കാലത്ത് പിടിച്ചേ ഈ മേശന്ന് പിടിച്ചടാ വന്നേ ജഗ ബക്കറ്റ് വേണമേ വഴുതനങ്ങ തയ്യൻ്റെ എനിക്ക് നടാണതാ വഴുതനങ്ങ തയ്യത് അതിലേ കമ്പോസ്റ്റ് കൊണ്ടിട്ട് ചവറുകൾ കംപ്ലീറ്റ് കമ്പോസ്റ്റിൽ കല്ലും മണ്ണും കട്ടയൊക്കെ അവിടെ ആ വഴിയിൽ ആ പട്ട വെട്ടി ഇടണം ആഹാ നല്ല വൃത്തിയായി തുടങ്ങിയല്ലോ ഇവിടുത്തെ കല്ലും മണ്ണും കട്ടയ്ക്കില്ല വേണ്ടി നോക്കിയാൽ അതായത് ഇതുകൊണ്ട് ഇങ്ങനെയിട്ട് നല്ല ഇതിലാക്കിയിട്ടേ ഈ കല്ലും കട്ടയ്ക്കില്ലേ നോക്കിയാൽ കണ്ടാ കട്ടകൾ വരും ഈ കട്ടകളൊക്കെ അത് ഇങ്ങനെ കോരിയിട്ട് ഇതിലേക്ക് കമ്പോസ്റ്റ് ഒഴിക്കല്ലേ ആ വഴിയിൽ കൊണ്ടിട്ടാ ഈ കല്ലും മണ്ണും കട്ട ഇവിടുത്തെ ഇടുന്ന നടക്കാൻ പറ്റി കൊത്തി കളച്ചൊക്കെ ചെയ്താ അവിടെ ഓട്ടുമുറിയില്ലേ ക്ലീൻ ആക്കലിന് പണി അതിൽ ഓട് ഇവിടെ വയ്ക്കേണ്ട ആവശ്യമില്ല
റോഡ് വെക്കുമ്പോ ഒരു ഭംഗിയില്ലേ? പുല്ലൊന്നും വരില്ല. ചേട്ടി മല്ലിയില ഇവിടെ കൊറേ നിക്കണൊക്കെ കൂടി ഒരു തടാക്കായിരുന്നു. അയ്യോ അത് അത്രയ്ക്ക് അവിടെ ഉണ്ടായി മല്ലിയല. ആഫ്രിക്കൻ മല്ലിയല്ലേ? ആ ഇവിടെ തന്നെ ഒരു തടാക്കിയാ മതി. അപ്പൊ പിന്നെ ഇതൊക്കെ ഇവിടെ നിന്നോട്ടെ. അതൊന്നും ചെയ്യണ്ട. തന്നെ കൊറേ മുളച്ചിട്ട് കണ്ട മല്ലിയലയുടെ ചെടി. പുല്ലുകളൊക്കെ അതൊക്കെ വഴിയിൽ ഈ വഴിയിൽ വന്നിട്ട് ഇവിടെ ഒരുവിധം കൊറേ ഇവിടെ കൂട്ടം. പിന്നെ ഇവിടെ ഒറ്റയ്ക്കൊക്കെ ഇവിടെ ഓരോന്നുണ്ട്. അവിടെ ചാരി നടന്ന ഈ സാധനം ഇവിടെ കൊണ്ടു വെച്ചു. ഇനിയിപ്പോൾ അവിടെ വീണ്ടും ചാരി ഇരിക്കാൻ പോവുക. പോയോ റോഡ് വയ്ക്കും. അല്ല ഈ ഉള്ളിക്ക് വീണ്ടും സ്ഥാനം മാറ്റം വന്നാ? ഇത് ഇഞ്ചി എടുക്ക അല്ല സോറി ഇഞ്ചിക്ക് അവിടെ കൊണ്ടു വെച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ പറിക്കാറായില്ലേ? പറിച്ചില്ല ശരിയല്ല. കൃഷി കാര്യം വന്നപ്പോഴേ ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു. ഇതെല്ലാം ഉണങ്ങിയത് എടുക്കുക. അത് ഇത്തിരി കൂടി ഒരു പച്ചപ്പുണ്ട്. അല്ല ഇത് കണ്ട ഇത് എടുത്തിരിക്കുന്ന ഇതിരി നാശാവും. പഴുതാരകള പോണ മാർക്ക് അവിടെ മാർക്ക് കാല് മറ്റു ഇഷ്കും ഇഞ്ചി ഇതിലെന്തോരണ്ട് ഉണ്ടാ. ഇതല്ലെങ്കിൽ എന്താ കുറച്ച് കഴിഞ്ഞ് ചുങ്ങിപ്പോവും. നമുക്ക് കിട്ടാണ്ടാവേ. ഇഞ്ചി കറി നാശമായി പോവും. അയ്യോ ഇവിടെ ആക്കരുത്. ബെസ്റ്റ് വള കണ്ടാ നോക്കിയേ. ഇത്രയ്ക്ക് ഇഞ്ചി കിട്ടിയില്ലേ തടത്തിന്ന്. അപ്പോൾ എൻ്റെ ഇഞ്ചി കൃഷി മോശമാണോ വിള? മോശമല്ലല്ലോ. വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിടാം. അല്ല ഇപ്പൊ ഇഞ്ചി ഇപ്പൊ കൊറേ ആയില്ലോ വീട്ടിൽ. അല്ല നാശാവും. ഇതിന്റെ ഓലക്കുടി എടുക്കല്ലേ? ഓലക്കുടി ഇഷ്ടം പോയിട്ടുണ്ട്. ഇപ്പൊ മോള് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഓലക്കുടി. കംപ്ലീറ്റ് ചുണ്ടങ്ങ സാറിതാ. ഒരു മിനിറ്റ് ഇത് ഇങ്ങോട്ട് നീക്കാം. നമുക്ക് ചുണ്ടങ്ങ അല്ല ഇങ്ങോട്ട് നീക്കാം. സ്വല്പം അവിടെ പുല്ല് കളയണ്ടേ? കംപ്ലീറ്റ് കളയണ്ട. അതെ ഇതിൽ മറ്റേ മണിത്തക്കാളി ഉണ്ടേ? മണിത്തക്കാളിൻ്റെ അവിടെ കോരിയുണ്ട്. ആക്ക് സരിത ഞാനാക്കാം. ഇവിടെ ചവർണേക്കാളും കൂടുതലേ അത് ഭാര്യയായിരിക്കില്ല. എന്താ പറയാ അത് ഭാര്യയായിരിക്കില്ല. ചുള്ളിക്കമ്പുകളാ. അതൊക്കെ കമ്പസ് ചൂടിക്ക് പോയി കേട്ടെ. ചുള്ളിക്കമ്പുകൾ അതൊക്കെ പൊടിയും വളമായിട്ട് മാറും. നമ്മളെങ്ങനെ വെടുപ്പാക്കി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നിറയും ഇവിടെയൊക്കെ. ഉണ്ണി എന്തിട്ട് ചെയ്യണ അതിൻ്റെ ഉള്ളിലൊക്കെ? ഓടിന്റെ ഇടയിലേക്ക് പോണ്ട. ഓടിന്റെ ഇടയിൽ പാമ്പുണ്ടാവും. അല്ലാണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലോ പുല്ലൊക്കെ. ഓടിന്റെ ഇടയിൽ നടക്കുന്നത്. ഓട് അവിടെ വിരിച്ച് ഭംഗിയാക്കാനുള്ളതാ. എനിക്ക് 2 ആഴ്ച കൂടുമ്പോ ഇങ്ങനെ ഒരു വെടുപ്പാക്കൽ വേണമല്ലോ. ഇതാ അത് മണ്ണടക്കാക്കല്ലേ ചേട്ടാ? മണ്ണടക്കാക്കല്ലേ? കുറെ മണ്ണുണ്ട്. കോരി ഞാൻ കൈ കൊണ്ട് കോരി കൊണ്ട് മണ്ണൊക്കെ നിലത്തേക്ക് വീഴും. ഇതിലിടല്ലേ? ചെക്ക് കുറെ പുല്ല് ചെത്തിയില്ലോ. മതിയാ? എവിടെ കഴിയുന്നു? എന്തൊരു മതിയാന്ന് ചോദിച്ചേ. ഞങ്ങള് രണ്ടാളും പണിയെടുത്തത് മതിയോന്ന് ഞാനും ജഗ്ഗു. നിങ്ങളിപ്പോ പണിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലോ. ചൂലെന്തേലും കൈക്കോട്ടാവെന്തേലും കൊടുത്ത് ഇതൊക്കെ പണിയെടുക്കാൻ പറഞ്ഞിട്ട്. അല്ല നിങ്ങൾ വെറുതെ നിൽക്കണി വെടുപ്പായിക്കോളാന്നുള്ള ഇതുള്ളതല്ലോ. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് നിങ്ങളോട് പണി മല പറിക്കാൻ പറഞ്ഞ. അപ്പൊ അങ്ങനെയാ ദൈവമേ. ഈ നേരം വരെ പണിയെടുത്ത് നമ്മളാരായി? അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതൊക്കെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അല്ലെടുപ്പ് നിർബന്ധിച്ച് പണിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അല്ല ഞങ്ങളോട് പറഞ്ഞ ഭാഗം ക്ലീൻ ആക്കി തന്നിട്ടുണ്ട്. അവിടെ തൊട്ട് നോക്കി ഇത്ര ഏരിയ. ഉണ്ണി അവിടെ ഇത് കണ്ട അവിടെയൊക്കെ പുല്ല്. അവിടുത്തെ പുല്ലൊക്കെ ഇത് അല്ല ക്ലീൻ ആക്കി. അവിടുത്തെ പുല്ല് ചെത്ത്. നീ ക്ലീൻ ആക്കിയ ഭാഗല്ലത്.
എൻ്റെ കൈക്കോട്ട് ചെറുത് കൊണ്ടുപോയി ആ ഈ ചെറുത് നീ ഉപയോഗിച്ചിട്ട് വലുത് എനിക്ക് തന്നാൽ മതി ഈ വൈ കൈ കൊണ്ട് പറിക്കും ഇടയ്ക്ക് കളയ്ക്കും അതൊക്കെ എങ്ങനെയാണ് അത് പണിയുടെ ഇടയിലുള്ള ഒരു ഭാഗങ്ങളാണ് ഈ ചെറുതുകൊണ്ടാക്കിയാൽ മതി ഇടയിലല്ല എന്തൊരു ചീണ് ചേക്കു അതെ ഇനി ഇവര് ഇവിടെ അല്ലറച്ചുള്ള വെടുപ്പാണ് അപ്പോൾ നമുക്ക് ഈ വഴുതനങ്ങിയില്ലേ അത് നടാം അവിടെ 10 വഴുതനങ്ങ തൈ വാങ്ങിച്ചതാ ഇന്നലെ 10 വഴുതനങ്ങ തൈ അവിടെ നട്ടു ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നടാൻ വെച്ചിട്ട് അല്ലേണ്ട വഴുതനങ്ങ അടിപൊളി കണ്ട നന്നായി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇവർക്കൊരു കൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് വഴുതനങ്ങ നടാം ഇവിടെ ഞാനേ വഴുതനങ്ങ നടാൻ തീരുമാനിച്ചു അല്ലാണ്ട് വഴുതനയ്ക്ക് ഒരു കൂട്ട് അടിപൊളിയായിട്ട് വരുന്നല്ല ഞാൻ ഈ കുക്കുംബർ നോക്കാനാ ആ കുക്കുംബർ വേറെ ടൈപ്പ് കുക്കുംബർ ഉണ്ട് എന്തൊരു കുക്കുംബർ അതിന് വെണ്ണ അതിനൊരു പേര് പറഞ്ഞില്ല അല്ലേട്ടൻ സരിതര തലയ്ക്ക് മുകളിൽ നിൽക്കുക നേരെ മുകളിൽ കുമ്പളങ്ങ കുക്കുംബർ ഉണ്ടായി നിൽക്കുന്നുണ്ട് പൊട്ടിക്കാറായതില്ല നല്ല മണ്ണാ നല്ല ചുവപ്പ് കളർ മണ്ണല്ലേ ഇവിടുത്തെ നോക്കിയേ അങ്ങനെ നമ്മുടെ വഴുതന തൈ നടൽ വളരെ സിമ്പിളാണ് കേട്ടാ ഇതൊക്കെ അടിപൊളി വളമുണ്ട് സരിതയ്ക്ക് വഴുതനത്തിന് അല്ല ഞാനേ അവിടെ ഒരു ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് ഉച്ചയ്ക്കൊരു ഉറക്കുറങ്ങി മരണം ഉറക്കം ഇന്നലെ രാത്രി എൻ്റെ ഉറക്കം ശരിയായില്ല അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഉച്ചയ്ക്ക് കിടന്നിട്ട് ഉറക്കുറങ്ങി അപ്പം എനിക്ക് വേണ്ടിയിട്ടപ്പോൾ ചായ കുടിക്കാൻ തോന്നി അപ്പം നോക്കിയപ്പോൾ പാലില്ല ചായ വെക്കാൻ നോക്കി അപ്പം ഞാൻ അവിടെ ചായ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് പാൽ ചായ എന്നെ കുടിക്കാൻ തോന്നും കട്ടൻ ചായ കുടിക്കാൻ തോന്നില്ല അപ്പം ഞാൻ ചായ വാങ്ങിച്ചിട്ട് വരാം അല്ല ചായ കുടിച്ചിട്ട് വരണോ അതോ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നൊന്ന് കുടിച്ചാൽ മതിയോ അതൊക്കെ നീ എന്താ അല്ല മൈക്കൂരി വെച്ചിട്ട് പോണോന്ന് കഴിഞ്ഞു ബാക്ക്ഗ്രൗണ്ട് കോമഡി ബാക്ക്ഗ്രൗണ്ട് ഒരാൾ കിടന്ന് കഷ്ടപ്പെടുന്നു